ഹായ് ഗൈസ്, നന്ദുവാണ്. അപ്പോൾ വയനാട്ടിലത്തെ സെക്കൻഡ് പാർട്ടാണ് വീഡിയോ. അപ്പോൾ ഇന്നലത്തെ ക്യാമ്പ് ഫയറും പിന്നെ സ്വിമ്മിങ്ങും പൂളിച്ചാടും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ട്രക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി അവിടുത്തെ പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭയങ്കര ടയേർഡായിട്ട് ഏകദേശം ഒരു 11:30 12 മണി ആ ലെവലിൽ എല്ലാവരും കിടന്നു കിട്ടും. കാരണം ഭയങ്കര ക്ഷീണമായിരുന്നു. ട്രാവലിങ്ങിൻ്റെ ക്ഷീണവും ഒക്കെ കൂടിയായിട്ട് ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരുന്നു, ഭയങ്കര ഡോണായിരുന്നു. ഞാൻ ഏകദേശം ഒരു 11:30 11:45 ഞാൻ കിടന്നുറങ്ങി, ഉള്ളത് പറയാമല്ലോ. പിന്നെ ഇവരൊക്കെ മാക്സിമം എൻജോയ് ചെയ്ത് ഒക്കെ സെറ്റ് ചെയ്തു. രാവിലെ ഒരു 4:30 ആകുമ്പോൾ ഞാൻ നീച്ച്. 4:30 ആകുമ്പോൾ നീച്ചപ്പോൾ ആരും നീച്ചിട്ടൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മൂടി പോയി ഒന്നും കിടന്ന് ഒരു 6:30 7 മണി പിന്നെ രാവിലത്തെ വ്യൂ കാണിച്ചിട്ടാ. നല്ല തണുപ്പാണ്, നല്ല കിളിയാളെ തോന്നുന്നുണ്ട്. കോടൊന്നുമില്ല, പക്ഷെ നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. ഫ്രഷപ്പ് ചെറിയ രീതിയിലൊക്കെ കഴിഞ്ഞ് മോർണിംഗ് വാക്ക് മോർണിംഗ് വാക്കിന് ഇറങ്ങാനുള്ള കുറച്ച് നേരമായി നീച്ചിട്ട്. പുറത്ത് നല്ല തണുപ്പാണ്, നല്ല തണുപ്പായിരുന്നു. മോർണിംഗ് വാക്ക് ചെയ്ത് 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോൾ നമ്മളെ വില്ലേജ് ചെറിയ വില്ലേജ് നിൽക്കുന്നത് വെള്ളരിമലയിലാട്ടാണ്. ഈ ബാക്കിൽ കാണുന്ന മലേൻ്റെ അപ്പുറത്താണ് ചൂരൽമല ഉണ്ടായിട്ടുണ്ടായിരുന്നത്, ഉരുൾപൊട്ടിയതൊക്കെ. പറ്റുകയാണെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അവിടെ പോകാനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട്, പറഞ്ഞിട്ടുണ്ടാവും. ഇത് ഈ മലേൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് ചൂരൽമല പൊട്ടിയത്, അന്ന് ഉരുൾ പൊട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു കാൽച്ചായ അടിക്കാനുള്ള ടൈമാണ് രാവിലെ തന്നെ. ഒരു മോർണിംഗ് ടീ. ഗൈസ് ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ 4-5 പേര് മാത്രമേ നേരത്തെ നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 പേര് നീച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നിന്നു. അപ്പോൾ ആ വെയിറ്റ് വെറുതെ നിൽക്കണ്ടല്ലോ വെച്ചിട്ട് ഞങ്ങൾ രാവിലെ തന്നെ മോർണിംഗ് ക്യാരം ബോർഡ് കളിച്ചിട്ടോ, ക്യാരംസ് കളിച്ച് കുറച്ച് നേരം. അവരൊക്കെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരംസ് കളിച്ചു. പിന്നെ അവരൊക്കെ വന്നപ്പോൾ പിന്നെ എല്ലാവരും കൂടി നടക്കാൻ പിന്നെ ഇറങ്ങി. അതിനിടയിൽ ഞാനും ഒന്ന് കോസ്റ്റ്യൂം ജസ്റ്റ് ഒന്ന് മാറ്റം ചെയ്തിട്ടാ, ഒന്ന് വാറായിക്കോട്ടെ. ക്യാമറമാൻ അതെ ഇടയിൽ കൂടെ ഇട്ട് വരിക. ഫവാസ്ഖാൻ്റെ ഷൂട്ടിങ് ഒരിടത്തും അട്ടകേറിൽ ഒരിടത്തൊക്കെ കൂടി ചെയ്യുന്നുണ്ടാവും. എന്തായാലും അതിനൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വീണ്ടും നടന്നു. എല്ലാപ്പം എന്ത് ചെയ്യാം, കാലിന് ചോരോട് പറയാം. ഗൈസ്, അപ്പോൾ ഞങ്ങൾ വാക്കിങ്ങിൽ ഇറങ്ങിയ ടൈമാണ്. ജസ്റ്റ് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തു പോയിട്ട്. അടിപൊളി, ഫുള്ള് നാച്ചുറൽ ബ്യൂട്ടി, ഫുള്ള് മരങ്ങൾ. ഇത് പ്രത്യേക ഒരു വൈബ് അല്ല വരാനോ. നടന്ന് ചിലക്ക് നടക്കാനൊന്നും വയ്യാറിനെ ഒരു റിട്ടേൺ തന്നിട്ടാ. അത്രയ്ക്ക് മുന്നില്ല, നമ്മൾ ഒറ്റയ്ക്കാനേ ഉള്ളൂ. എന്താ രസം നട്ടാ, അടിപൊളി. കുറച്ച് ദൂരം നടന്നപ്പോൾ ഒരു റിട്ടേൺ ഇറങ്ങണ്ടായിരുന്നിട്ടോ. നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. 9:00 ഇവിടെ കിട്ടുള്ളൂ. വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ആദ്യത്തെ നടത്തം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഷട്ടിലൊക്കെ കളിച്ച് ആയപ്പത്തിന് 9:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ടൈമിങ്. നമുക്ക് ഏകദേശം ഒരു 11-11:30 ആകുമ്പോൾ ഇവിടുന്ന് വെക്കേറ്റ് ആകണം. നമ്മൾ ടൈം മാത്രമാണ്. അപ്പോൾ കളി കഴിഞ്ഞ് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയപ്പോൾ ഏകദേശം ഒരു 9:30-10 മണി ലെവലായി. 11:30 ആകുമ്പോൾ നമുക്ക് വെക്കേറ്റ് ചെയ്യുന്നു. അപ്പം അതിൻ്റെ സങ്കടം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ കുളിയും കാര്യങ്ങളൊക്കെ എല്ലാവരും നൈസായിട്ട് കുളിച്ചാടി കളിച്ച് കഴിഞ്ഞു. നമ്മൾ പുറത്തൊക്കെ കോഴിക്കാനുള്ള കുറച്ച് പിള്ളേരുണ്ട്. ഒരു പുളിയായിരുന്നു. നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ടാണ് ഒരു 11-11:30 ആകുമ്പോൾ നമ്മൾ വെക്കേറ്റ് ചെയ്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ഈ വണ്ടിക്ക് വെയിറ്റ് ചെയ്യാണ്. സെറ്റാണ്. അപ്പോൾ വീഡിയോ വരും. നമ്മളെ ഇതാണ് നമ്മളെ മച്ചന്മാരെ
ആര് പറഞ്ഞല്ലോ വ്യവസായ ഇറങ്ങട്ടെ നൈസായിരുന്നു സെറ്റല്ലേ പോട്ടെ ചേട്ടാ വിട്ടു ഓക്കെ കാണാം 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 പിന്നെന്താ ഓക്കെ കിട്ടും അപ്പം കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ പരിപാടി ഇറങ്ങി നമ്മളെ വണ്ടി ഇവിടെ ഇട്ടുക്കണു സസിയേട്ടൻ്റെ ചായക്കട അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഇനി അപ്പോൾ ഗൈസ് കഴിഞ്ഞു ഇനി വീട്ടിലോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഗൈസ് താങ്ക് യു